പൂരി ഉരുളക്കിഴങ്ങ് മസാലയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കതിനാദ്യം ഒരു അരിപ്പയിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദ, 1/4 കപ്പ് അരിപ്പൊടി, ഇതെല്ലാം ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഈ അരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. എല്ലാ പൊടിയും ഒന്ന് നന്നായി മിക്സ് ആകാൻ വേണ്ടിയാണിത്. അരിപ്പൊടി ഇട്ടാൽ പൂരി കുറച്ച് തരിതരിപ്പായി കിട്ടും. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒട്ടും കൂടി പോകരുത്. ചപ്പാത്തി മാവിനേക്കാൾ അല്പം കൂടി കട്ടിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ എണ്ണ ഒത്തിരി കുടിക്കും. നന്നായി കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി കുഴച്ച് ഓരോ നെല്ലിക്ക വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഈ ഉരുളകൾ നന്നായി ഉരുട്ടി വെക്കണം. ഇതിനെ നമുക്ക് ഓരോന്നായി പരത്തി നേരത്തെ തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് ചൂടാക്കിയാലും മതി. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ പരത്തി അപ്പോഴപ്പോൾ എണ്ണയിൽ വറുത്ത് കോരുകയും ചെയ്യാം. ഈ ഒരു ആവശ്യത്തിന് വട്ടവും ആകുന്നത് വരെ ഒത്തിരി തിന്നായി പോകണ്ട. പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് നന്നായി അത് പൊങ്ങി വരും. നമ്മളിതിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഇത് നന്നായി പൊങ്ങി വരും. അത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായി 2 സൈഡും പൊള്ളിച്ചെടുക്കണം. നമുക്കിത് വാങ്ങാവുന്നതാണ്. ഇങ്ങനെ എല്ലാ പൂരിയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പൂരി തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഇതിന് വേണ്ട ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് വേണ്ട ചേരുവകൾ നോക്കാം. ഒരു കപ്പ് സവാള അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 5-6 പച്ചമുളക് വലുതായി കീറിയത്, കുറച്ച് കറിവേപ്പില, ഒരു 1/2 കിലോയോളം ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഇഞ്ചി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കളറൊന്നും മാറണ്ട. വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ചേർക്കാം. അതിനുശേഷം സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒന്നും കളർ അധികം മാറണ്ട, എല്ലാം നന്നായി വഴന്ന് കിട്ടിയാൽ മതി. ഇതുപോലെ ആയി കഴിയുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് നേരം കൂടി നന്നായി വഴറ്റിയെടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1
കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് ആ വഴറ്റിയ സവാളയൊക്കെ ആയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ കുറച്ചിട്ടാൽ മതി. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കണം. അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഉപ്പ് നമ്മളിട്ടു. ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് ലൂസാകുന്നത് വരെ നമ്മൾ വെള്ളം ഒഴിക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഒരു 3-4 മിനിറ്റ് തിളച്ച് എല്ലാ മസാലയെല്ലാം നന്നായി ചേർന്ന് കഴിയുമ്പോൾ ഒത്തിരി വെള്ളം കൂടിയും വേണ്ട, തീരെ കുറഞ്ഞു പോവുകയും വേണ്ട. ഇത് നമുക്ക് വിളമ്പാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.